2025 കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ 2026 തുടങ്ങും. ഒരു വർഷം തീർന്നിട്ട് അടുത്തൊരു വർഷം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒട്ടുമിക്ക പേരും ചെയ്യുന്നതാണ് ഒരുപാട് പ്രതീക്ഷയോടെ അടുത്ത വർഷത്തേക്കുള്ള എയിമും വിഷസും ഒക്കെ ഇങ്ങനെ നോട്ട് ചെയ്തിടുക എന്നുള്ളത്. ഓരോ വർഷം അവസാനിക്കുമ്പോഴും അടുത്ത വർഷത്തേക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതിയിടാറുണ്ട്. കഴിഞ്ഞ വർഷം എഴുതിയിട്ട പേജ് ഇപ്പോഴും കാണുമ്പോൾ എനിക്ക് തോന്നും ഇത് ഭയങ്കര പ്ലെയിൻ ആയി പോയില്ലേ, ഇത് കാണാൻ ഒരു ഭംഗിയില്ല എന്നൊക്കെ. ഓരോ തവണ ഡയറി മറിച്ച് ആ പേജ് കാണുമ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമാണ്, അടുത്ത വർഷത്തേക്കുള്ള എയിമും റെസൊല്യൂഷൻസും ഒക്കെ എഴുതിയിരുന്ന പേജ് ഇത്രമാത്രം പ്ലെയിൻ ആവരുത്, കുറച്ച് അലങ്കാരത്തിൽ തന്നെ കീപ്പ് ചെയ്യണമെന്ന്. എന്തായാലും എയിംസും വിഷസും ഒക്കെ എഴുതിയിട്ടാണുള്ള പേജിന്റെ ടോട്ടൽ ലുക്ക് തന്നെ മാറ്റാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇപ്പോഴൊക്കെ ഡയറി മറിക്കുന്നു, അപ്പോഴൊക്കെ എയിംസും വിഷസും നമ്മുടെ കണ്ണിൽ പെടുന്ന ആ ഒരു ക്ലീശ പരിപാടിയും കൂടെ അവോയ്ഡ് ചെയ്യാന്ന് വിചാരിച്ചു. അതായത് രമണ, 2026 വിഷസും എയിംസും ഒക്കെ ഞാനൊന്ന് ഒളിപ്പിച്ച് വെക്കാൻ തീരുമാനിച്ചു. ഡയറിയുടെ പേജ് മറിക്കുമ്പോൾ കാണതുമില്ല, എന്നാൽ 2026 അവസാനമാകുമ്പോഴത്തേക്കും എല്ലാം തുറന്നെടുത്തിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഇനിയും പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ടെന്ന്. സംഭവം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ലഘൂകരിച്ച് പറയാന്നുണ്ടെങ്കിൽ ഡയറിയുടെ ഒരു പേജ് എടുക്കുക, ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക, പിന്നെ ബോർഡറിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം മാറ്റി വെച്ചേക്കാം. ആ ബോർഡറിന് വേണ്ടിയിട്ടുള്ള സ്പേസിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ഞാൻ നമ്മുടെ മലയാള അക്ഷരം ലാ വരച്ചാണ് നിറച്ചത്. ഒരു കുഞ്ഞു സൈസിലുള്ള പേപ്പർ പീസിൽ നിങ്ങളുടെ എയിംസും വിഷസും ഒക്കെ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ള പേപ്പർ എടുത്ത് കുട്ടി കുട്ടി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ലെറ്റർ കവറായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുത്ത ലെറ്റർ കവറുകളൊക്കെയും ആദ്യമേ അലങ്കാര പണികൾ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന നമ്മുടെ ഡയറി പേജിനകത്ത് അവിടെ ഇവിടേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുത്ത് നമ്മുടെ എയിംസും വിഷസും ഒക്കെ എഴുതിയ പേപ്പർ അതിനകത്ത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒഴിവാണ്. സംഭവം ഇങ്ങനെ സെറ്റ് അല്ലേ, ഡയറി പേജ് പെട്ടെന്ന് ഫില്ല് ആവുകയും ചെയ്യും, നമ്മുടെ കാര്യം നടക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.